മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഭാര്യയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് സർപ്രൈസ് നൽകുന്നവരും ഒരർത്ഥത്തിൽ അത് രസമാണ്, ആനന്ദമുള്ളതാണ്, നമ്മുടെ ഭാര്യമാർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇതിന്റെ പുറകിൽ ചില അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. മുന്നറിയിപ്പില്ലാതെ മനുഷ്യന് പെട്ടെന്ന് ഷോക്കാകുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എമോഷനുകളോടുള്ള എല്ലാവരുടെയും പ്രതികരണം ഒരുപോലെ ആയിരിക്കും. അതിലൊരല്പം വീക്കാണെങ്കിൽ ഹൃദയാഘാതത്തിന്, ഹാർട്ട് അറ്റാക്കിന് വരെ ഇത് സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ പള്ളിയിൽ പോയി ഒരല്പം നിസ്കരിച്ച് വീട്ടുകാർക്കുള്ള മുന്നറിയിപ്പ് നൽകി സാവകാശത്തോടെ മാത്രമാണ് വീട്ടിലേക്ക് പോകാറുള്ളത്. ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്കങ്ങ് വീട്ടിലേക്ക് പ്രവേശിക്കുകയും സർപ്രൈസ് ആക്കി പോവുകയും ചെയ്യുമ്പോൾ അതിൽ സന്തോഷത്തിനപ്പുറത്തേക്ക് ദുരന്തങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പരിധിക്കപ്പുറത്തേക്ക് ഞെട്ടിക്കുക എന്ന് പറയുന്നത് സന്തോഷത്തെക്കാൾ പിന്നീട് ദുഃഖങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുന്നത് നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഇങ്ങനെ വാഴ്ത്തി പറയുക. നമ്മളെപ്പോഴും തസ്ബീഹ് ചൊല്ലാറുണ്ട്, പക്ഷെ പലപ്പോഴും അതിന്റെ നേട്ടങ്ങൾ നമുക്കറിയില്ല. മഹാനായ ബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ അജായിബൊന്നും കാണാതെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി, ഒരു തസ്ബീഹ് ചൊല്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് വേണ്ടി 2 നാവുകളുള്ള ചിറകുകളുള്ള ഒരു പക്ഷിയെ സൃഷ്ടിക്കുകയും ഖിയാമത്ത് നാൾ വരെ ഈ പക്ഷി അദ്ദേഹത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. ഇത് ഒരു തസ്ബീഹിനാണ് എങ്കിൽ ഇങ്ങനെ ചൊല്ലുന്ന ഓരോ തസ്ബീഹുകൾക്കും ഇതുപോലെ ഓരോ പക്ഷികളെ പടയ്ക്കുകയും അദ്ദേഹം എത്രയാണോ ചൊല്ലിത്തീർത്ത തസ്ബീഹുകൾ അതിന് അനുസരിച്ചുള്ള എണ്ണത്തിന് പക്ഷികൾ ഇദ്ദേഹത്തിന് വേണ്ടിയും ഖിയാമത്ത് നാൾ വരെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. എത്ര വലിയ നേട്ടമാണ്! നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടയ്ക്കുകയും ഒരു സുബ്ഹാനല്ലാഹ്ക്ക് കിട്ടുന്ന നേട്ടമാണ് എങ്കിൽ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഫാത്തിമ ബീവിനെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് അത്ര മോളെ കണ്ടാൽ ഒരു ഉപ്പ എഴുന്നേറ്റ് നമ്മളെ മോളെ സ്കൂളിൽ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ ആ കാലിന്റെ മേലെ വെച്ചിരിക്കുന്ന കാലൊന്ന് താഴെ വെച്ചാൽ അവർ കറന്നു വേണ്ട. ഇത് ചോദിക്കൽ തന്നെ എവിടുന്നായിരുന്നു സ്കൂളിനോ ഒന്ന് പോയി ചോറയ്ക്കുന്നത് എന്താ 2 ആളെ കൊന്നിട്ടാരാ പിള്ളേർ വരുന്നത്? ചില അഭിമാന വർത്താന ചിലർ പറയില്ല, ഞാനൊക്കെ വീട്ടിൽ കയറി പിള്ളേർ പിന്നെ അന്നങ്ങൂല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എത്ര വലിയവനായാലും വീട്ടിലെത്തിയാൽ കുട്ടിയുടെ സ്വഭാവമായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ ചിലപ്പോൾ കഥാപ്രസംഗത്തിൽ വീരശൂരപരാക്രമീതൽ തന്നു. എന്ത് വീരശൂരപരാക്രമം? കഥാപ്രസംഗത്തിന്റെ കഥയൊന്നും പറയാണ്ടിരിക്കുന്നത്. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് 3 ലക്ഷണം ഉണ്ടാകും. ഒന്നാമത്തേത് നല്ലത് കേൾക്കാൻ മടി. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇതെന്ന് വേറെ പണിയില്ല, വൈസന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള ക്ലാസ്സുകൾ, ഉസ്താദുമാരുടെ നസീഹത്തുകൾ, അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക, അല്ലെങ്കിൽ ഇബാദത്ത്, ഇതിനൊന്നും മടി എന്നും ചെയ്യൂല. നസീഹത്തുകൾ നന്നാവാൻ ഖുർആൻ ഓതുക അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുക ഇതൊന്നും ഇഷ്ടമല്ല. അതെന്താണ്? അള്ളാഹു അവനെ വെറുത്തു എന്നതിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് ഇബാദത്തുകൾക്ക് വേണ്ടി നിസ്കരിക്കൂല, നോമ്പ് പിടിക്കില്ല, ഒരു നന്മയും ചെയ്യൂല, അയാൾക്ക് വെറുപ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് അള്ളാഹ്ക്ക് അയാളെ ഇഷ്ടമല്ല എന്നതിന്റെ അടയാളമാണ്. മൂന്നാമത്തേതോ തെറ്റുകളിൽ അടിയുറച്ചു നിൽക്കുക, തെറ്റാണെന്നറിയാം എന്നിട്ടും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, തൗബ ചെയ്യുന്നില്ല, ഇസ്തിഗ്ഫാർ പറയുന്നില്ല. അതെന്താണ്? അതും ഒരു അടയാളമാണ്, അള്ളാഹു അവനെ വെറുക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമുക്ക് ദുആ ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ ആരാണ്? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു തആല നമുക്ക് നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. മധ്യവർത്തി ജീവിതം എന്ന് പറയുമ്പോ അവിടെ ചെറിയൊരു ശബ്ദ കോലാഹലങ്ങളും ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും, സ്വാഭാവിക. അത് നമ്മളെ പേരിലും ഉണ്ടാവും, അത് ഔലിയാന്റെ പേരിലും ഉണ്ടാവും, ഉമർ ഖത്താബ് തങ്ങളെ പേരിലും ഉണ്ടായി, റിഫായ് ഷേഖ് തങ്ങളെ പേരിലും ഉണ്ടായി, മുസ്തഫ നബി തങ്ങളെ വീട്ടിലും ഉണ്ടായി. അതൊക്കെ ഒരു സൗന്ദര്യ പിണക്കാണ്, അതിന് മൊഞ്ചു കൂടുതലാണ്. പിന്നെ എന്തില്ലാണ്ട് എപ്പോഴും പിരിസോ അത് ഉണ്ടാവേല. അതേസമയത്ത് എന്നും തല്ല്, ബദ്ർ യുദ്ധം, അതും പാട്ടും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്റെ ജീവിതത്തിലെ 1 സെക്കൻഡ് പോലും വെറുതെ കളയില്ല എന്നുള്ളതാണ്. 1 സെക്കൻഡും വെറുതെ കളയൂല. ഒന്നുകിൽ ഇൽമ പഠിക്കും, അല്ലെങ്കിൽ ദർസ നടത്തും, അല്ലെങ്കിൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ മറ്റു ഇബാദത്തുകൾ ചെയ്യും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അദ്ദുനിയ സാഅ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ സമയങ്ങളാണ്. ഫജ്അൽഹാ ത്വഅ, അതിനെ നിങ്ങൾ ഇബാദത്താക്കി മാറ്റണം. ഈ സമയം തീർന്നു പോയാൽ നമ്മുടെ എല്ലാം തീർന്നു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം. ഇതിനെ ഓരോ സെക്കൻഡിനെയും നമ്മൾ ഇബാദത്താക്കി മാറ്റണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ പാഠം അതാണ്. ഒരൊറ്റ സെക്കൻഡ്, 1 സമയം വെറുതെ കളയില്ല എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കണം. ആ ചെറിയ ജീവിതത്തിൽ ഈ ലോകം മുഴുവനും വിജ്ഞാനം നിറച്ച ആ മഹാനുഭാവന്റെ പേരിൽ ഫാത്തിഹ ഓതാനും ഈ ആണ്ട് ദിവസം മഹാനവറുകളുടെ പേരിൽ സുകൃതങ്ങൾ ചെയ്യാനും നമ്മൾ മറക്കരുത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്തുകൊണ്ട്
നമ്മളെയും അഹലുകാരെയും അള്ളാഹു നന്നാക്കുമാറാണ്. 3 പെൺകുട്ടികളെ നിങ്ങൾ സംരക്ഷിച്ചാൽ, അവരോട് കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരും. ഏത് കാലം? ജീവനോടെ കുഴിച്ചു പോകുന്ന കാലം. ഭാര്യ ഗർഭിണിയായാൽ തന്നെ കുഴിയെടുത്തു വെക്കും, ചാടിയ കാലം. പ്രസവിക്കപ്പെട്ടത് ആൺകുഞ്ഞാണെങ്കിൽ ആ കുഴി മണ്ണിട്ട് മൂടും, അല്ല പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു പോകും. ആ കാലത്ത് തിരുത്തുന്നത് 3 പെൺമക്കളെ ഒരാൾ വേണ്ടതുപോലെ വളർത്തിയ അവന്റെ സ്വർഗം. നബിയെ 2 പേരോ? യെസ്, 2 പേരും. ഒന്നാണെങ്കിലോ കിട്ടും. പരിധിയില്ലാത്ത കരുണയാണ് ഇസ്ലാമിന്റെ സ്നേഹം. തന്റെ അയൽവാസി രോഗിയെ രോഗം മൂർച്ഛിച്ചു, അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല, ആംബുലൻസ് വിളിക്കാനുള്ള ക്യാഷില്ല. അതിന്റെ പേരിൽ അയാളുടെ രോഗം വർദ്ധിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവും. ഇനി പറയാൻ പോകുന്ന 2 ന്യായങ്ങളൊന്നും ഇസ്ലാം പരിഗണിക്കില്ല. എനിക്കറിയില്ലായിരുന്നു, അത്രമേൽ രോഗം വർദ്ധിച്ചത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായി കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ന്യായങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കില്ല. അറിയില്ല എന്ന വാദം ചവറ്റുകൊട്ടിയിലേക്ക് എറിയും. നിന്റെ അയൽവാസിയുടെ രോദനം നീ അറിയില്ലെങ്കിൽ നീ എന്ത് മുഅ്മിൻ, നീ എന്ത് മുസ്ലിം, നിനക്കെന്ത് ഇസ്ലാം? അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ എന്ന ഗ്രന്ഥം ചോദിക്കുന്നുണ്ട്. 3 പെൺകുട്ടികളെ നിങ്ങൾ സംരക്ഷിച്ചു.